അലൻ, വെൽക്ം ടു ദി ഷോ. ഹായ്. അപ്പൊ അന്ന് 4 വയസ്സുള്ള ഒരു അലൻ പാടിയത് കൊണ്ടാണ് അതൊരു വലിയ പ്രശ്നമായതല്ലേ? അറിയാൻ പാടില്ലാത്ത പാട്ട് സ്വന്തമായിട്ട് ആ സമയത്ത് സ്പോട്ടില് ലിറിക്സ് ഇട്ട് പാടൂലേ? എന്റെ പുതിയ ഷോർട്ട് ഫിലിംസിലൊക്കെ ടൈറ്റിൽ കാർഡില് ജനപ്രിയ നായകർ ഞാൻ എഴുതി വെച്ചത്. അതിന് ഞാൻ മീശ പോലും മുടക്കാത്തൊരു ചെക്കൻ. അപ്പോൾ ഇപ്പോൾ ഇതിൽ വലിയ വിഷയത്തും ഇല്ല, എന്നാലും ഉള്ളത്. എനിക്ക് പോലീസ് ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്, പിന്നെ അത് നടന്നില്ല. ഇങ്ങനെ ചതിക്കപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? ചട്ടവരെ പൊട്ടൻ ചതിച്ചു കഴിഞ്ഞാൽ ദൈവം ചതിക്കും എന്നൊരു സംഭവമുണ്ട്. എന്നോട് ഈ ദ്രോഹം ചെയ്ത അല്ലെങ്കിൽ എന്നെ ഇത്രയും ഹേർട്ട് ചെയ്ത ഈ ആളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഹേർട്ടാണ്? അത് ആരാണ്? സോഫിയ ടീച്ചറിൽ വെച്ചിരുന്ന ടൈറ്റിൽ കാർഡിൽ സൂപ്പർ സ്റ്റാർ AJP. ശരിക്കും ഈ ഒരു ലൈഫ് അലൻ ആഗ്രഹിച്ചതാണോ? ആണുങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ലെന്നാ പറയുന്നത്. എന്നാൽ വിഷമം വന്നിട്ടുണ്ട്. പിന്നെ പയമ്മക്കാർ പറയുന്ന പെണ്ണുങ്ങളെ പോലെ കരഞ്ഞിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. കട്ടുറുമ്പിന് കല്യാണം, പൊട്ടുകുത്തുന്ന ചെമ്മാനം, പട്ടു ചുറ്റിയ പാപ്പാത്തി പാട്ടൊരുക്ക്. ഹലോ എവരിവൺ, ക്രിയേറ്റർ സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത്, നമ്മളൊക്കെ സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ ഈ ഒരാളുടെ വീഡിയോ കാണുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചിരിച്ചു പോകാറുണ്ട്, നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ട് അല്ലേ? അതെ, നമ്മുടെ കൂടെ എന്നുള്ളത് അലൻ ജോസ് പെരേര. അലൻ, വെൽക്കം ടു ദി ഷോ. ഹായ്. അലൻ, എനിക്ക് ഇന്ന് അറിയേണ്ടത് ആർക്കും അറിയാത്തൊരു അലനെയാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം, ശരിക്കും ഈ ഒരു ലൈഫ് അലൻ ആഗ്രഹിച്ചതാണോ? ഒട്ടുമല്ല. അല്ല. എങ്ങനൊരു ലൈഫായിരുന്നു അലൻ്റെ ഒരു ആഗ്രഹം? നമ്മൾ സീരിയലിൽ അഭിനയിച്ച് തുടങ്ങിയത്, പിന്നെ സിനിമയിലൊക്കെ അഭിനയിക്കുമായിരുന്നു. പക്ഷെ അന്നൊക്കെ ചെറിയ ചെറിയ ഫ്രെയിമിലൊക്കെ വരുമായിരുന്നു, മുഖം കാണിക്കുന്ന വേഷങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ റിവ്യൂ പറഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ അത് കുറച്ചുകൂടി അത് ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തില്ലായിരുന്നു. പിന്നെ വേറെ പുതിയ പുതിയ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അങ്ങനെ. അപ്പോൾ റിവ്യൂസിന് മുന്നേ സീരിയലിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ അലനെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയാം, 1,00,000 പേർക്ക് അറിയാമെന്ന് തോന്നുന്നത്. അതെങ്ങനെ അത് കൗണ്ട് ചെയ്തു? 1,00,000 പേർക്ക് തന്നെ മുന്നേ അറിയാമെന്ന്. നമ്മളൊക്കെ കണ്ടത് റിവ്യൂലായിരുന്നു വൈറലായത്. ഒരു റിവ്യൂ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് റിവ്യൂ ചെയ്തായിരുന്നല്ലോ, അതിലായിരുന്നു അലൻ ഫസ്റ്റ് നമ്മളെല്ലാവരും അറിഞ്ഞിരുന്നത്. അപ്പം അതിന് മുന്നേ അലൻ സീരിയലുകൾ അഭിനയിച്ചിരുന്നു. സീരിയലുകളിലില്ല, ഒരു സീരിയലിൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. റാണി രാജ എന്നാണ് പേര് സീരിയലിൻ്റെ. അതിൽ അർച്ചന കവിക്കൊപ്പമുള്ളൊരു സീനായിരുന്നു. അത് രണ്ടാമതൊന്നും കൂടിയൊക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ അത് ആൾക്കാരത് കണ്ടിരുന്നു. അത് ഞാൻ പറഞ്ഞ 1,00,000 പേര് ട്രോളിലൂടെയൊക്കെ അത് കണ്ടു. ഞാൻ ചോദിച്ചത് ശരിക്കും അലൻ്റെ ഡ്രീം എന്തായിരുന്നു? ഇപ്പോഴത്തെ ഒരു ലൈഫ് അല്ല എന്ന് അലൻ പറഞ്ഞല്ലോ. അപ്പം എങ്ങനെ ആവണമെന്നായിരുന്നു ആഗ്രഹം? എനിക്ക് പണ്ടേ ഒരു സിനിമയിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നാണ് ആഗ്രഹം. ഒരു നടൻ എന്നാലും മാത്രമല്ല, അതിനകത്തോളം എന്തെങ്കിലും എന്താ പറയുക, ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാണ്ട് ഈ നായകനാകണമെന്ന സ്വപ്നമൊന്നും എനിക്കുണ്ടായിരുന്നിട്ടില്ല. പിന്നെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ട്. പക്ഷേ നമ്മളത് എല്ലാ സിനിമാ സെറ്റിൽ പോയിട്ട് എന്നെ നായകനാക്കി ഉടൻ ചെയ്യണമെന്ന് ഞാനും പറയാറില്ല. പക്ഷെ ചില എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാരാണ്, നായകനാകണം. അതൊക്കെ അത് ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ നമ്മൾ സിനിമയെന്ന് പറയുന്ന ഒരു രംഗത്ത് നമ്മൾ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ ഡയലോഗ് ചെയ്യുന്നവരാണെങ്കിലും നല്ല നല്ല ക്യാരക്ടർ ചെയ്തിട്ട് പതുക്കെ ഇപ്പോൾ എന്താ പറയുക, എക്സാമ്പിളായിട്ട് വിനയ് ഫോർട്ടിൻ തന്നെ എടുക്കാം. വിനയ് ഫോർട്ടിനൊക്കെ ഒരുപാട് പടങ്ങളിൽ സപ്പോർട്ട് ക്യാരക്ടറായിട്ട് വന്നു, പിന്നീട് സിനിമകളിൽ നായകനായിട്ട് വന്നു. അതൊക്കെ ഒരു എക്സാമ്പിൾ അല്ലേ? പതുക്കെ ഒരാൾക്ക്. മൂവി വരുന്നത് എങ്ങനെയാണ്? മൂവിയിൽ അവരിങ്ങോട്ട് വിളിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേയ്മെന്റ്സ് ഒക്കെ അവർ ചെയ്യാറുണ്ടോ? ഞാൻ അപ്പാട് 3 മൂവികളിൽ ഞാൻ വർക്ക് ചെയ്തു, ഡയലോഗ്സ് ചെയ്തിട്ട്. അതിൽ ഒരു മൂവി റിലീസായി 2024 റിലീസ് ചെയ്തത്, ബാഡ് ബോയ്സ് എന്ന പേര്. ഇത്രയും വൈറലാവും എന്ന് വിചാരിച്ചിരുന്നോ? ഇത്രയും വൈറലാവും, ഇത്ര എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാവും എന്ന് വിചാരിച്ചിരുന്നോ? അറിയുന്നതാവും എന്ന് വിചാരിച്ചില്ല. എന്നാലും അറിയുന്ന രീതികൾ കുറച്ച് ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്താണ് ആ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എനിക്ക് പേഴ്സണലി ഒരു പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇത് ഭക്ഷണം കഴിക്കാനോ കാര്യങ്ങൾക്കോ ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. കാരണം ഫോട്ടോ എടുക്കാൻ വരിക, മിണ്ടാൻ വരിക, ചില കാര്യങ്ങളിൽ
സംസാരിക്കാൻ വരിക, അതൊക്കെ എന്നെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ മനുഷ്യരാണല്ലോ. അപ്പോൾ ഓരോ വികാരം വരുമല്ലോ മൊത്തം. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചൂടായൊക്കെ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ നമ്മളെ ദേഹോദ്രവിപ്പിച്ചിട്ടുണ്ട് ചില ആൾക്കാർ. അവർ ഇഷ്ടമുള്ള രീതിയിലായിരിക്കുമല്ലോ വരുന്നത്, ഇഷ്ടമല്ലാതെ എന്തെങ്കിലും. അല്ലാതെ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കാറിൽ ഫുള്ള് എന്താ പറയുക ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡോറിൽ തട്ടിയിട്ട് ചോദിച്ചു, എന്തിനാണ് എടുക്കുന്നത്, ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. ഒരു ചെറിയ രീതിയിൽ ചോദിച്ചല്ല, അത് മോശം ഒന്നും പറഞ്ഞില്ല. അപ്പം അത് ആ ഫാമിലി ഫുള്ള് നമ്മളെ ഉപദ്രവിക്കുക ചെയ്തു. അത് ചോദിച്ചതിന് ദേഹോദരം അതില് ഞാൻ തിരിച്ചെന്തേലും കൊടുക്കാൻ ചില ആൾക്കാർ ചോദിക്കുമല്ലോ, ആണുങ്ങളാകുമ്പോൾ അങ്ങോട്ടും ഉപദ്രവിക്കണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ പറ്റുന്നത് അതിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു ആ ഉപദ്രവിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് ഞാനൊരു സ്ത്രീയെ തല്ലിയില്ലെങ്കിലും തല്ലി എന്ന് പറഞ്ഞത് വാർത്തയാക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് വേണ്ടല്ലോ ചില കാര്യങ്ങളിൽ. അങ്ങനെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് പബ്ലിക്കിൽ നിൽക്കുന്നത്. ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ടാണ് പബ്ലിക്കിൽ നിൽക്കുന്നത്. അത് തന്നെ. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി ചില കാര്യങ്ങളിൽ അടി കൂടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ചെറിയ ഒരു എന്താ പറയുക രീതി എന്നേ പറയാൻ പറ്റും. ഭയങ്കര വലിയ മറ്റിപ്പോൾ സിനിമകളിലൊക്കെ ഭയങ്കര ഒരു വലിയ ഫൈറ്റ് കാണാറില്ല. അപ്പം അതേപോലെയൊക്കെ ഫൈറ്റ് റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണില്ല. സ്കൂൾ ടൈമിലാണ് അതൊക്കെ ഒരു തലഭാഷയായിട്ട് ഇപ്പം എടുക്കുന്നുള്ളൂ. അലന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയായിരിക്കും? രാവിലെ അലൻ എണീറ്റിട്ട് എന്തൊക്കെയാ ചെയ്യുക ഡെയിലി? രാവിലെ ഒരു 8 മണിക്കൊക്കെ എണീക്കും, പല്ലേക്കും. പിന്നെ ചില സമയത്ത് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് വീട്ടിൽ തന്നെ. നമ്മൾ ജിമ്മിൽ പോകാത്തതിൻ്റെ മെയിൻ റീസൺ ഈ പബ്ലിക്കിൽ ഫെയിമായിട്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും നമ്മളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഓവറായിട്ട് ഫോട്ടോ എടുക്കാനും എന്തെങ്കിലുമൊക്കെ ചിരിക്കാനൊക്കെ നോക്കുന്നതുകൊണ്ടാണ് നമ്മൾ. വല്ലാണ്ട് ഈ വയറ് കുറക്കാനൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് നമുക്ക് പേഴ്സണലി എപ്പോഴാണ് നമുക്കതൊരു താല്പര്യപ്പെടുന്നത് ഒറ്റയ്ക്ക് ട്രെയിനറിനെ വെച്ച് പരിപാടിയെ സെറ്റ് ചെയ്യുള്ളൂ.